ദേവസ്വം ബോർഡ് നിയമനങ്ങൾക്ക് ബോണ്ട് സമ്പ്രദായം ഏർപ്പെടുത്തുന്നു. പുതിയ നിയമനങ്ങൾ 3 വർഷത്തേക്ക് ജോലി ഉപേക്ഷിക്കില്ല എന്ന വ്യവസ്ഥയോടെ മാത്രം 50,000 രൂപ ബോണ്ട് തുകയായി കെട്ടിവെക്കണമെന്നും വ്യവസ്ഥയുണ്ട്. കരട് വിജ്ഞാപനത്തിന് അംഗീകാരം നൽകി ദേവസ്വം ബോർഡ്. വിവരങ്ങളുമായി പ്രജിത്ത് ചേരുകയാണ്. പ്രജിത്ത്, ദേവസ്വം ബോർഡിൽ ജോലി ലഭിച്ചാൽ 3 വർഷം അവിടെ ജോലിയിൽ തുടരണം എന്നുള്ള വ്യവസ്ഥയോടുകൂടിയുള്ള പ്രത്യേക ബോണ്ട് സമ്പ്രദായം വരികയാണ്. കൂടുതൽ വിവരങ്ങൾ പ്രജിത്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലാണല്ലോ ഈ തീരുമാനം. കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി ദേവസ്വത്തിന്റെ റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി നടക്കുന്ന നിയമനങ്ങൾക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഇനിയൊരു ബോണ്ട് സമ്പ്രദായം തന്നെ ഏർപ്പെടുത്തുന്നത്. അതായത് ഇതിന് കാരണമായി ദേവസ്വം ബോർഡ് പറയുന്നത്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കണ്ടെത്തൽ എന്നുള്ളത്, ഈ ക്ലർക്ക് തസ്തികയിലും മറ്റും ജോലിക്ക് കയറുന്ന ജീവനക്കാർ അവർക്ക് മറ്റ് സർക്കാർ വകുപ്പുകളിൽ ജോലി ലഭിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ ഈ ദേവസ്വം ബോർഡിലെ ജോലി ഉപേക്ഷിച്ച് സർക്കാർ ജോലിക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ ക്ലാർക്ക് തസ്തികയിലൊക്കെ ആളുകൾ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു എന്ന രീതിയിൽ 8/8/2024 ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദേവസ്വം ലോ ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ റിപ്പോർട്ട് പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് വിജ്ഞാപനം തയ്യാറാക്കാൻ ഈ ദേവസ്വം ലോ ഓഫീസറെ ദേവസ്വം ബോർഡ് ചുമതലപ്പെടുത്തിയിരുന്നു. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു കരട് വിജ്ഞാപനം ദേവസ്വം ലോ ഓഫീസർ തയ്യാറാക്കി ബോർഡിന് സമർപ്പിച്ചു. ആ ബോർഡ് യോഗത്തിൽ ഈ പറയുന്ന കരട് വിജ്ഞാപനത്തിന് അംഗീകാരം നൽകിയിരിക്കുന്നു. ഇനി ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് നോട്ടിഫിക്കേഷനായി പുറത്തു വന്നു കഴിഞ്ഞാൽ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന എല്ലാ നിയമനങ്ങൾക്കും ഈ ബോണ്ട് സമ്പ്രദായം ബാധകമാകും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ പുറത്തുവിടുന്ന ഈ ഉത്തരവ് പ്രകാരം, അല്ലെങ്കിൽ ഈ നടപടിക്രമത്തിന്റെ രേഖകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഇനി ജീവനക്കാർ സർവീസിൽ പ്രവേശിക്കുന്ന സമയത്ത്, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി സർവീസിൽ പ്രവേശിക്കുന്ന സമയത്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർവീസിൽ പ്രവേശിക്കുന്ന സമയത്ത് ഈ രീതിയിൽ 3 വർഷത്തേക്ക് വിടുതൽ വാങ്ങി പോകില്ല എന്നുള്ളൊരു സമ്മതപത്രം അവർ ഒപ്പിട്ട് നൽകണം. അതോടൊപ്പം തന്നെ 50,000 രൂപ ബോണ്ടും വയ്ക്കണം. അപ്പോൾ ഇനി ഇത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് നോട്ടിഫിക്കേഷനായി വരിക മാത്രമാണ്. ബാക്കി എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിരിക്കുന്നു. ലോ ഓഫീസറുടെ തയ്യാറാക്കിയ കരട് വിജ്ഞാപനത്തിന് ദേവസ്വം ബോർഡ് യോഗം അംഗീകാരം നൽകിയിരിക്കുന്നു. ദേവസ്വം കമ്മീഷണറെ ഇത് സർക്കാരിനെയും ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിനെയും അറിയിക്കാനുള്ള ചുമതലപ്പെടുത്തലും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് നോട്ടിഫിക്കേഷനായി വരുന്നത് മാത്രമാണ്. പക്ഷേ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് വളരെ സാധാരണക്കാരായ ആളുകൾ, അവർ കഷ്ടപ്പെട്ട് പഠിച്ചപ്പോൾ ദേവസ്വം ബോർഡിലാണെങ്കിലും ശരി, സർക്കാരിലാണെങ്കിലും ശരി, ഒന്നിൽ കൂടുതൽ ലിസ്റ്റുകളിലൊക്കെ പേര് ഉൾപ്പെടുന്ന ആളുകൾ ആദ്യം ഏത് ലിസ്റ്റിലാണോ നിയമനം നടക്കുന്നത് ആ ലിസ്റ്റിൽ നിയമനം നേടുകയും പിന്നീട് കൂടുതൽ നല്ല തസ്തികകൾ ലഭിക്കുന്ന സമയത്ത് അതിലേക്ക് പോകുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു രീതിയാണ്. അതിപ്പോൾ ഏത് വകുപ്പിലായാലും ശരി, ഏത് സർക്കാർ വകുപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ശരി, പൊതു സ്ഥലങ്ങളിലാണെങ്കിലും ശരി, എല്ലാം ജീവനക്കാർ സ്വീകരിക്കുന്ന ഒരു നടപടിയാണ്. അത് സാധാരണഗതിയിൽ അവരുടെ ഒരു അവകാശം പോലെ കാണുന്നതുമാണ്. തൊഴിൽ സംഘടനകളൊക്കെ അത്തരം കാര്യങ്ങളെയൊക്കെ അതിനെയൊക്കെ സംരക്ഷിക്കണമെന്നുള്ള ആവശ്യങ്ങളും അവർ തൊഴിലാളി സംഘടനകളൊക്കെ ഉയർത്തുന്നതുമാണ്. പക്ഷേ ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സാധാരണക്കാരനായ ആൾക്ക് ഈ 50,000 രൂപ ദേവസ്വം ബോർഡിൽ അടച്ചതിന് ശേഷം ആ പൈസ പിന്നീട് 3 വർഷത്തിനുള്ളിൽ മറ്റൊരു സർക്കാർ വകുപ്പിലോ മറ്റോ ജോലി ലഭിക്കുന്ന സമയത്ത്, അവിടേക്ക് പോകുന്ന സമയത്ത് ഈ പണം നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ദേവസ്വം ബോർഡ് തള്ളിവിടുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പറയേണ്ടത്. ഒരു പക്ഷേ ഇതിൽ ഈ തൊഴിലാളി സംഘടനകളുടെയൊക്കെ നിലപാടുകൾ നിർണായകമാകും. പ്രത്യേകിച്ച് ഇടതുപക്ഷ തൊഴിലാളി സംഘടനകളൊക്കെ ഈ ബോണ്ട് സമ്പ്രദായത്തെയൊക്കെ വളരെ എതിർക്കുന്ന നിലയുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ അവരുടെ നിലപാടുകൾ എന്താണ് എന്നുള്ളതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമാക്കുക. വിനോദ്. ശരി.